ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നിറഞ്ഞ കണ്ണീരോടുകൂടെയാണ്. ഞാനും ഒരു രക്ഷിതാവാണല്ലോ യഥാർത്ഥത്തിൽ ഷഹബാസിൻ്റെ ആ റിസൾട്ട് ആലോചിച്ച് നോക്കൂ. സ്വന്തം സഹപാഠികളാൽ ക്രൂരമായി നിന്ദ്യമായി നിർദ്ദയമായി കൊല ചെയ്യപ്പെട്ട ആ ഷഹബാസ് എന്ന മിടുക്കനായ വിദ്യാർത്ഥി ആലോചിച്ച് നോക്കൂ. എല്ലാവരോടും കളിച്ചും തമാശ പറഞ്ഞും ഉല്ലസിച്ചു കൊണ്ടിരിക്കവേ സ്വന്തം സഹപാഠികളാൽ തോളിൽ കൈയിട്ട് നടന്ന തനിക്ക് നമ്മൾ പറയുമല്ലോ സാധാരണ രീതിയിൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുമാറുള്ള ചങ്ങാതിമാർ സ്വന്തം ചങ്ങാതിമാരാൽ കൊല ചെയ്യപ്പെട്ട സങ്കടകരമായിട്ട് പറയാൻ പോലും കഴിയാത്ത വണ്ണം നമുക്ക് ഒരു പാഠമായി തീരേണ്ട ഒരു സംഗതിയാണ് ആ ഷഹബാസിൻ്റെ ആ കൊല്ലപ്പെടൽ അല്ലേ. ആ കൊല്ലപ്പെടലിനേക്കാൾ നമ്മെ ഇന്ന് വേദനിപ്പിക്കുന്നത് എല്ലാ കുട്ടികളും ഇന്നലെ തന്നെയാണ് യഥാർത്ഥത്തിൽ SSLC റിസൾട്ട് വന്നു. ഫുള്ള് A+ ആണ് എല്ലാ കുട്ടികൾക്കും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത്. പക്ഷേ ഷഹബാസ് ആകെ എഴുതിയത് ഒരു IT പരീക്ഷ മാത്രമാണ്. ആ IT പരീക്ഷയിൽ ഷഹബാസിന് A+ ഉണ്ട്. ബാക്കി പരീക്ഷകൾ എഴുതുന്നതിന് മുമ്പ് തന്നെ സഹപാഠികളായ ആ ക്രൂര കുട്ടികളാൽ നിർദ്ദയം കൊല്ലപ്പെട്ട ഹതഭാഗ്യനായിരുന്നു യഥാർത്ഥ ഷഹബാസ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? ഈ കുട്ടിക്കൂട്ടങ്ങൾക്ക് ഇത്രയേറെ ക്രൂരമായിട്ട് എങ്ങനെയാണ് പെരുമാറാൻ ഒരു സഹപാഠിയോട് കഴിയുന്നത്? ആലോചിച്ച് നോക്കൂ. ചെറിയ കുട്ടികളല്ലേ യഥാർത്ഥത്തിൽ ഈ 10-15 വയസ്സ് പ്രായമുള്ള ഈ കുട്ടികളുടെ മനസ്സിൽ നിർദ്ദയം ഇത്തരത്തിൽ സഹപാഠിയോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ആ ഷഹബാസിൻ്റെ ആത്മാർത്ഥമായ കുറച്ച് ചങ്ങാതിമാരുണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. അവരും യഥാർത്ഥത്തിൽ ഈ SSLC പരീക്ഷയിൽ പിന്നോട്ട് പോയി. എന്താ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും തങ്ങൾ സ്നേഹിക്കുകയും ചെയ്ത ആ സഹപാഠി ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവരും പഠനകാര്യത്തിൽ പിന്നീട് എന്തു പരീക്ഷ എന്ന് തോന്നുമാറ് പിന്നീട് അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കും അതിലൊന്നും തന്നെ A+ കിട്ടിയില്ല. പക്ഷേ ആകെ എഴുതിയ IT പരീക്ഷയിൽ A+ അത് കിട്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ആ റിസൾട്ടിൽ. ആലോചിച്ച് നോക്കി. എന്ത് വേദനിപ്പിക്കുന്ന പൊള്ളിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സ്വന്തം മകനെ പ്രതീക്ഷിച്ച് ആ കുടുംബത്തിൽ ആകെയുള്ള ഒരു ആൺതരി, ആ ആൺതരിയിൽ മാത്രമാണ് പ്രതീക്ഷിച്ച ഷഹബാസിൻ്റെ കുടുംബത്തിന്. സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന പ്രയാസമുള്ള ഒരു കുടുംബമായിരുന്നു ഷഹബാസിൻ്റേത്. എന്നിട്ട് പോലും തങ്ങളുടെ മകനെ ഭാവിയിൽ കണ്ടുകൊണ്ട് ആ മകന് എവിടെയെങ്കിലും എത്തിത്തീരണം, എന്നിട്ട് ഞങ്ങൾക്കൊരു തണലായി തീരുമല്ലോ. നമ്മളൊക്കെ പറയാറുള്ളത് പോലെ ഒരു മരം വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ കായ്ഫനി, അതിൻ്റെ തണലുകൾ ലഭിക്കുക എന്നതാണല്ലോ നമ്മുടെ ഒക്കെ ലക്ഷ്യം. അതുപോലെ ഈ സ്വന്തം മകൻ തങ്ങൾക്ക് ഭാവിയിൽ ഒരു തണലായി തീരുമെന്ന് വിചാരിച്ച് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന് സാമ്പത്തികമായി പ്രയാസമുണ്ടായിട്ടും ആ പ്രയാസങ്ങളൊന്നും തന്നെ തൻ്റെ മകനെ അറിയിക്കാതെ, അഥവാ പഠനകാര്യത്തിൽ അറിയിക്കാതെ, അവന് വേണ്ടുവോളം എല്ലാ കാര്യങ്ങളും ട്യൂഷനാണെങ്കിലും പുസ്തകമാണെങ്കിലും പഠന ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റിക്കൊടുത്ത് ആ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ കുട്ടിക്കൂട്ടങ്ങളായ സഹപാഠികൾ ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ കഴിഞ്ഞത്, എന്താണ് യഥാർത്ഥത്തിൽ അവർ നേടിയത് ആലോചിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് അറിഞ്ഞ് മാതാപിതാക്കൾ അവിടെ വായി ലഡു വാങ്ങിക്കൊടുത്തും മിഠായി വിതരണം ചെയ്തും സന്തോഷകരമായിട്ട് ആലോചിച്ച് നോക്കണം. വീടിലും കുടുംബത്തിലുമൊക്കെ ആ സ്കൂളിന് തന്നെയും അഭിമാനമായി തീരേണ്ടിയിരുന്ന ആ ഷഹബാസിനെ ഇല്ലാതാക്കി. ആലോചിച്ച് നോക്കൂ. നമ്മെ ഏറ്റവും പൊള്ളിപ്പിക്കുന്നത് ആ ഷഹബാസിൻ്റെ റിസൾട്ടാണ്. ആ ഷഹബാസിൻ്റെ റിസൾട്ടിൽ ആബ്സെൻ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആലോചിച്ച് നോക്കൂ. ആ ഒരേ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളൂ ആ കുട്ടി. ആ എഴുതിയ പരീക്ഷ IT പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ആ കുട്ടി A+ വാങ്ങുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ കലാലയത്തിൽ നിന്ന് വളരുന്നുവെന്ന് നമുക്ക് സേവകന്മാരായി തീരേണ്ട ഉദ്യോഗസ്ഥന്മാരും മറ്റുമായി തീരേണ്ട കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ എന്തായിത്തീർന്നത്? ഈ കൊലയാളികളുടെ മനസ്സുമായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത്.
ഈ കുഞ്ഞുങ്ങൾ ഉയർന്നു വന്ന് നമ്മെ സേവനം ചെയ്യുമാറ് ഉദ്യോഗവൃന്ദങ്ങളിലുമൊക്കെ വന്ന് നമുക്ക് സഹായികളാവേണ്ടവരാണ്. കുടുംബത്തിനും നാടിനുമൊക്കെ അഭിമാനമായിട്ട് ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് സേവകന്മാരായി വരുന്നതെങ്കിൽ ആ ഓരോ വ്യക്തി എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയണം. പറയാൻ പോലും വേദന വരികയാണ് നമുക്ക്. അത്രമാത്രം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥക്കാണ് ആ ഷഹബാസ്. എങ്ങനെയാണ് ആ ഷഹബാസിൻ്റെ മാതാപിതാക്കൾ ഈ കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലത്തെ ഈ റിസൾട്ട് കണ്ട് പൊട്ടിക്കരയാനല്ലാതെ ആ മാതാപിതാക്കൾക്ക് വേറെ എന്താണ് കഴിയുക? ആലോചിച്ച് നോക്കൂ. അവർക്ക് എന്തുമാത്രം പ്രതീക്ഷകളാണ് ആ മകനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ആ മകനെയാണ് അകാലത്തിൽ കാലപുരിക്കയച്ച ആ കൂട്ടുകാരുടെ ആ ക്രൂരമായ വിനോദം, അഥവാ യഥാർത്ഥത്തിൽ കേവലം എന്താണ് സംഭവിച്ചത്? ഇത്രമാത്രം ഒരു പക ഷഹബാസിനോട് ഈ കുട്ടിക്കൂട്ടങ്ങൾക്ക് ഉണ്ടാവാൻ തക്ക പ്രവൃത്തി യഥാർത്ഥത്തിൽ ഷഹബാസ് വല്ലതും ചെയ്തോ? ഒരിക്കലുമില്ല. ഒരു ട്യൂഷൻ സെൻ്ററിൽ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്ന് നോക്കണം, ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം, അപ്പം തന്നെ അത് പറഞ്ഞു തീർന്ന് പോവാവുന്ന ചെറിയൊരു പ്രശ്നം, ആ ചെറിയൊരു പ്രശ്നം മനസ്സിലിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മനസ്സിനെ ചീത്തയാക്കുന്ന അങ്ങേയറ്റം പ്രതികാര ബുദ്ധി. അതാണ് പ്രതികാര ബുദ്ധി. അതാണ് ഏറ്റവും മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്ന ഒരു കാര്യമാണ് പ്രതികാര ബുദ്ധി എന്ന് പറയുന്നത്. സാധാരണ ഒരു പ്രക്രിയ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രതിക്രിയ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും 2 അടി കിട്ടിയിരിക്കുന്നു എനിക്ക് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് 2 അടി കൊടുത്താൽ അതിൻ്റെ പ്രതിക്രിയയായി ഞാൻ തോറ്റു കൊടുക്കരുത് എന്നതാണ് ഇതിൻ്റെ പ്രധാന സംഗതി. ഞങ്ങൾ തോൽക്കുകയോ, ഞങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കുകയില്ല, അങ്ങനെയുള്ള ചിന്താഗതി അവർ വച്ചു പുലർത്തേണ്ടത് അവരുടെ പഠന കാര്യങ്ങളിലും മറ്റു നന്മയുടെ കാര്യങ്ങളിലുമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നന്മയിലാണ് മനുഷ്യൻ മത്സരിക്കേണ്ടത്. ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ, നിങ്ങൾ മത്സരിക്കേണ്ടതും മുൻകടക്കേണ്ടതും നന്മയിലാണെന്ന് പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ആലോചിച്ച് നോക്കുക. അല്ലാതെ പ്രതികാരത്തിൽ, ചീത്ത പ്രവൃത്തിയിൽ അല്ലെങ്കിൽ മത്സരബുദ്ധി വേണ്ടത് മനുഷ്യനോടുള്ള പക വെച്ചുകൊണ്ടല്ല, മറിച്ച് മത്സരബുദ്ധി വേണ്ടത് നന്മ ചെയ്യുന്നിടത്ത്. ഇപ്പോൾ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടു, ആ അപകടത്തിൽപ്പെട്ടവനെ എത്രയും പെട്ടെന്ന് മത്സരബുദ്ധിയോടെ രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവാണ് മനുഷ്യൻ വളർത്തിക്കൊണ്ടുവരേണ്ടത്. സഹപാഠിയായാലും സഹജീവിയായാലും ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ കാണുന്നുണ്ട്, ഒരു കുളത്തിൽ ഒരു പൂച്ച വീണാൽ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനസ്സ്, അതാണ് മനുഷ്യർക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത്. ആ മനസ്സാണ് മൈനാടിൽ വീണ ഒരു ബംഗാളിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, 2 ബംഗാളികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ്, നമുക്കറിയാം, തന്നെ മറന്നുകൊണ്ട് അത് മത്സരബുദ്ധിയിൽ ആ പാവപ്പെട്ട ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് എന്തുകൊണ്ടാണത്? ഈ മനുഷ്യർക്ക് സാമാന്യന ബുദ്ധി, ദൈവികമായ ആത്മാവാണ് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്, ദൈവം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദയ, കാരുണ്യം, വിട്ടുവീഴ്ച, സ്നേഹം, ഇതൊക്കെയാണ് മനുഷ്യൻ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അതോടൊപ്പം പകരം, പ്രതികാരം, വിദ്വേഷം, പക, അസൂയ, വെറുപ്പ്, ഇതൊക്കെ കലാലയത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന ഈ വിദ്യാർത്ഥികൾ പിന്നീട് ഉയർന്ന നിലവാരം പുലർത്തിയാൽ പോലും അവരിൽ നിന്ന് ഈ പൊതുസമൂഹത്തിന് ലഭിക്കുക എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അവരിൽ നിന്ന് ലഭിക്കുക? നമ്മെ ഇട്ട് പ്രതികാരം തീർത്തു കളയും. ഇപ്പം നമുക്കറിയാം, ഒരു സ്വപ്ന എന്നു പേരായിട്ടുള്ള ഒരു കൈക്കൂലിക്കാരെത്തിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ആ സ്ത്രീക്കുണ്ടായത്? വലിയ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവളുടെ അടുക്കൽ വരുന്ന ആ കക്ഷികളോട് അല്ലെങ്കിൽ ആ ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങി ബുദ്ധിമുട്ടിക്കുന്നു. ഇനി കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരാണെങ്കിലോ ഞങ്ങൾ സ്ട്രൈറ്റ് പാത്തേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാധാരണ രീതിയിൽ അതിനേക്കാളും ബുദ്ധിമുട്ടിക്കും. ചെറിയ ഒരു ഡോട്ടിന് വരെ പ്രശ്നമുണ്ടാക്കി നമ്മൾ കാണാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നന്മകൾ വളർത്തിക്കൊണ്ടുവരേണ്ടടുത്ത് തിന്മകൾ പ്രതിഷ്ഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ വിദ്യാർത്ഥി സമയത്തിൽ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ട്. അങ്ങനെയാണ് സ്വയം ഈ പക, വെറുപ്പ്, തന്നിഷ്ടം, സ്വാർത്ഥത, ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങളായി സ്വപ്നമാരെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലേക്ക്. അഥവാ നന്മയുള്ള വിദ്യാഭ്യാസമല്ല നമുക്ക് ഇന്ന് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിദ്യാഭ്യാസ പാഠങ്ങൾക്ക് ഇനി യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് കാരുണ്യവും സ്നേഹവും സഹജീവികളോടുള്ള കാരുണ്യത്തിൻ്റെ വിഷയങ്ങൾ കൂടെ യഥാർത്ഥത്തിൽ പാഠ്യപദ്ധതികൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത്
തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആലോചിക്കേണ്ടതാണ്. കേവലം ചരിത്രം പഠിക്കുമ്പോഴും കണക്ക് പഠിക്കുമ്പോഴും സയൻസ് പഠിക്കുമ്പോഴും സോഷ്യൽ പഠിക്കുമ്പോഴും അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നന്മയുടെ പാഠങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമില്ല. തീർച്ചയായിട്ടും അങ്ങനെ അത് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ടത് ആ നന്മകളാണ്, ആ നന്മകളുടെ പാഠമാണ്. ആ നന്മകളുടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കണം ഒരു പക്ഷേ ഈ കുട്ടിക്കൂട്ടങ്ങൾ പോലും ഭാവിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും സമ്മാനിച്ച് വേദനിപ്പിച്ച് നമ്മിൽ നിന്ന് നോക്കണം വേദനിപ്പിച്ച് കൊണ്ട് ഇരിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് കാണുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഷഹബാസിൻ്റെ മാതാപിതാക്കൾക്ക് ഇത് കാണാനുള്ള ക്ഷമ എങ്ങനെയാണ് കിട്ടുക? നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്താ സാധിക്കുന്നത്? നമ്മുടെ സ്വന്തം കുട്ടികളാണ്, നമുക്കുള്ള ഒരേ ഒരു മകനാണ്, നമുക്കുള്ള ഒരേ ഒരു മകളാണ് ഇത്തരത്തിൽ നിർദ്ദയം കൊല്ലപ്പെട്ടു. അവളുടെ റിസൾട്ട് വന്ന് നമ്മുടെ കയ്യിൽ എന്തുമാത്രം വേദനയാണ് ഓരോരുത്തർക്കും. നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് നമ്മുടെ ആരുമല്ലല്ലോ ഷഹബാസ്, നമ്മുടെ അടുത്തൊന്നുമല്ലല്ലോ, ഏതോ ഒരു താമരശ്ശേരിയിലെ ഏതോ ഒരു കുട്ടിയല്ലേ. ആലോചിച്ച് നോക്കി, ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവാത്തത്. അതല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പൊന്നുമോളാണ് ഈ ഷഹബാസിയെങ്കിൽ നമ്മുടെ വേദന എന്തുമാത്രം വേദനയായിരിക്കും? അത് നമുക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? അള്ളാഹു അതുകൊണ്ട് ആ ഷഹബാസിന് നാളെ പരലോകത്ത് സ്വർഗവും ഈ ഭൂമിയിൽ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ക്ഷമയും കൊടുത്ത് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.